കടുവയെ പിടികൂടാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം വരെ പ്രദേശത്ത് കറങ്ങിക്കൊണ്ടിരുന്നത് പുലിയാണെന്ന് ഫോറസ്റ്റ് അധികൃതർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിൻസ് 1950 പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലിയാണ് കുടുങ്ങിയത്. ഏകദേശം 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് കൂട്ടിൽ കുടുങ്ങിയത് എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്. ഇതിനെ ഇവിടെ നിന്നും മയക്കുപിടി വെച്ച് കൊണ്ടുപോവുകയും തേക്കടി ഉൾവനത്തിലേക്ക് വീണ്ടും കൊണ്ടുവിടും എന്നാണ് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ പ്രദേശത്ത് 9ഓളം പശുക്കൾക്കാണ് ആക്രമണം ഉണ്ടായത്, വന്യമൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. അപ്പോഴും ഫോറസ്റ്റ് അധികൃതർ പറയുന്നുണ്ടായിരുന്നു കടുവയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പശു തിരികെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്ഥിരീകരിക്കുന്നത് പുലി തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ പശുവിനെ ആക്രമിച്ചത് എന്നാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ ഒരു പരിധിവരെ ഒരു ആശങ്കയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. കാരണം വന്യമൃഗത്തിൻ്റെ ആക്രമണം തുടർച്ചയായ ഉണ്ടായ ഒരു മേഖല തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഗ്രാമ്യ പ്രദേശം. ആളുകൾക്ക് തന്നെ വെളിയിലിറങ്ങാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകയും അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിലടക്കം വെളിയിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതി വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് ഒരു പരിധിവരെ ശമനം ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗ്രാമ്യ പ്രദേശത്തെ ഒരു വീടിന് മുകളിലേക്ക് പുലി എത്തുകയും അവിടെ പട്ടിയെ പിടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ആ സമയം ഫോറസ്റ്റ് അധികൃതർ അപ്പോൾ എത്തി പരിശോധിച്ചപ്പോൾ പുലിയുടെ കാൽപ്പാടുകളാണ് അവിടെ കണ്ടത് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുലി തന്നെയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കറങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ സമരം നടത്താനും ഫോറസ്റ്റ് DFO ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾക്കും ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും പുലി വീണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കമ്മിറ്റി കൂടിയ ശേഷം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ സമരപരിപാടികൾ നടത്തണം. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഈ പുലിയെയും അതോടൊപ്പം തന്നെ ഈ കടുവയും ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അങ്ങനൊരു സമരപരിപാടിക്ക് പഞ്ചായത്ത് കമ്മിറ്റി പോലും ആഹ്വാനം ചെയ്തത്. അതിനിടയിലാണ് പുലി വീണത്. എന്തായാലും ഒരു ആശ്വാസം ആയി എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതിന് കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ആളുകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് 29-ാം തീയതി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം ചേർന്ന് ഈ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന കടുവയെയും പുലിയെയും സമയബന്ധിതമായി പിടികൂടിയില്ല എങ്കിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ് ആലോചിച്ചിരുന്നത്. എന്തായാലും ഇന്ന് പുലി വീണ സാഹചര്യത്തിൽ കടുവയെയും കൂടി പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വനവകുപ്പിനോട് ആവശ്യപ്പെടാനും അതിനു വേണ്ടിയുള്ള നിരന്തര ഇടപെടൽ നടത്താനുമാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. പ്രദേശത്ത് ഭീതി പടർത്തിയ പുലിയെ കാണുന്നതിനായി വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ആളുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോക്ടറും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് അധികൃതരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു പരിശോധന കഴിഞ്ഞിട്ട് പുലിയെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങളാകും ആദ്യം നടക്കുക.